രാഹുൽ മാങ്കൂട്ടത്തിന് 18-ാം ദിവസം ജാമ്യം ലഭിച്ചു. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം കൊടുത്തത്. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഹാജരായ അജിത് ശാസ്ത്രമംഗലത്തിൻ്റെ മെയിൻ വാദഗതി ഇത് ഉഭയസമ്മതപ്രകാരമായ ഒരു ബന്ധമുണ്ടെങ്കിൽ അറസ്റ്റ് ചട്ടവിരുദ്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത്തെ കാര്യം രാഷ്ട്രീയ പ്രേരിതം. 3 ഗ്രൗണ്ടുകളാണ് അജിത് ശാസ്ത്രമംഗലം ഉന്നയിച്ചത്. ഉഭയസമ്മതപ്രകാരമുള്ള ഒരു ബന്ധം, ചട്ടവിരുദ്ധമായ അറസ്റ്റ്, രാഷ്ട്രീയ പ്രേരിതം. ഈ 3 കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ വാദഗതി കോടതി അംഗീകരിക്കേണ്ടി വന്നു. ഇതിനകത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കിക്കോണം. ഇതിനകത്ത് പോലീസ് എടുത്തിരിക്കുന്ന കേസ് 171 BNS പ്രകാരമാണെങ്കിൽ 18 ദിവസവുമായിട്ടും ആരോപിക്കപ്പെട്ട അല്ലെങ്കിൽ ആരോപണം ഉയർത്തിയ പെൺകുട്ടിയുടെ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയിട്ടില്ല. 18 ദിവസമായി. 2024 ഏപ്രിൽ മാസം നടന്ന സംഭവമാണ്. 1.5 വർഷം കടന്നു പോയിട്ടും അതിൻ്റെ മെഡിക്കൽ എക്സാമിനേഷൻ നടത്താനുള്ള അവസരമില്ല. രണ്ടാമത്, പോലീസിലെ പരാതി ഇലക്ട്രോണിക് മീഡിയ ഉപയോഗിച്ച് കൊടുത്തു എന്ന് പറയുന്നെങ്കിലും അതിനുശേഷവും മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയിട്ടില്ല. എങ്ങനെയാണ് ഒരു കേസ് നിലനിൽക്കുന്നത്? റേപ്പ് കേസ്. അതുതന്നെയല്ല, ആ പെൺകുട്ടിയുടെ കൺഫെഷൻ റെക്കോർഡ് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യണം, നേരിട്ട് പെൺകുട്ടിയെ കാണണം, റെക്കോർഡ് ചെയ്യണം. അതും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നടത്തിയിട്ടില്ല. അത് 183 BNSൻ്റെ വയലേഷനാണ്. അതുപോലെ തന്നെ മെഡിക്കൽ എക്സാമിനേഷൻ നടത്താത്തതുകൊണ്ട് അത് 184 BNSൻ്റെ വയലേഷനാണ്. എങ്ങനെയാണ് ഒരു FIR ഇതില്ലാതെ തയ്യാറാക്കിക്കോട്ടെ. ചാടിക്കയറി അറസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? കേസെടുത്തോളൂ. അതിന് ഇതുവരെയുള്ള ആൾക്കാർ വരുന്നിടം വരെ കേസ് നീണ്ടു നിൽക്കുന്നില്ലേ ഉള്ളൂ. കേസെടുക്കുന്നതിന് നിയമ തടസ്സങ്ങളൊന്നുമില്ല. പക്ഷേ കേസിൻ്റെ ആക്ഷൻ, സാധാരണ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യുന്ന അതിനകത്ത് കോഗ്നിസൻസ് ഉണ്ടെന്ന് കരുതി നടപടിയെടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടാണ് ആദ്യമായിട്ട് നടപടിയെടുക്കേണ്ടത്. എവിടെയാണ് ഇവർ ഈ നിയമം പഠിച്ചത്? എന്ത് നിയമവശം അവർക്ക് അറിയാം? മേലുദ്യോഗസ്ഥന്മാർ എന്ത് ചെയ്യുകയാണ്? 3 കേസെടുത്തല്ലോ ഇതുവരെ. പക്ഷേ അതെങ്ങും എത്തില്ല. കാരണം അതൊരു റേപ്പിൻ്റെ പരിധി വരുന്ന കാര്യങ്ങളല്ല. അത് 3 അവർ പരസ്പരം അറിയാവുന്ന ആൾക്കാർ ഉഭയസമ്മതപ്രകാരമുള്ള ഒരാരോപണം അല്ലെങ്കിൽ റേപ്പ് ചെയ്തെന്ന് ഒരാൾ പറയുന്നു. പിന്നെ എങ്ങനെയാണ് അയാളെ ചാടിക്കയറി അറസ്റ്റ് ചെയ്യുന്നത്? വാദി കേരളത്തിലില്ല, ഇന്ത്യയിലില്ല, വിദേശത്താണ്. ആ വാദിയെ നേരിട്ടൊന്ന് SHO കാണണ്ടേ, അവരുടെ മൊഴി രേഖപ്പെടുത്തണ്ടേ, അതിനുശേഷം മതിയല്ലോ അറസ്റ്റ്. പിന്നെ എന്തിനാണ് ഇത്ര ധൃതി പിടിച്ച് അറസ്റ്റ് ചെയ്ത്? മെഡിക്കൽ എവിഡൻസ് ഇല്ലല്ലോ ഒരു 2 വർഷമായിട്ട്. പിന്നെ എന്തിനാണ് ഇതിൻ്റെ പുറകിൽ? അപ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതം തന്നെ, അതിന് സംശയമൊന്നുമില്ല. അതുകൊണ്ട് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ 3 പേരെയും പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള നടപടിയിലിട്ടും പോകേണ്ടി വരും. കാരണം അത് പെൻഷൻ വാങ്ങാത്ത ഒരു നടപടി, രാഷ്ട്രീയ നടപടിയാണ്, രാഷ്ട്രീയ പ്രേരിതമാണ് അവരുടെ നടപടി. അതുകൊണ്ട് അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇത് തുടക്കം മുതലേ നമ്മൾ ആ ഒരു സ്റ്റാൻഡിലാണ് പറയുന്നത്. പിന്നെ നമുക്കറിയാം ഈ കേസ് 3 ഫിറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിന് പോലീസിനെ പ്രേരിപ്പിച്ച ഒരു വ്യക്തിയുണ്ട്, അതൊരു നടിയാണെന്ന് പറയുന്നു. പക്ഷെ അവരുടെ ചില വാക്കുകൾ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിട്ട്, സോഷ്യൽ മീഡിയയിലെ പരസ്പരം ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ബന്ധപ്പെടും, പരസ്പരം ഇഷ്ടപ്പെടും, അവർ വലിയ സ്നേഹവും അഫെക്ഷനും ഒക്കെ കാണിക്കും. അതിനുള്ള സിമ്പിളാണ് ഒരു കാര്യം ഇപ്പം പുറത്തേക്ക് വരുന്നത്. കാരണം ആ നടി പറഞ്ഞതാണെന്ന് പറയുന്നു, ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക്. ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്ന് അവർ പറഞ്ഞു. അങ്ങനെ ഒരു വാർത്ത വന്നു. അത് മുഖ്യമന്ത്രി ഈ അടുത്ത കാലത്ത് ഇതുപോലത്തെ ഒരു സന്ദർഭത്തിൽ ഒരു പബ്ലിക് ഫംഗ്ഷനിൽ ഒരു ചായ കുടിക്കുന്ന കണ്ടു. ആ കപ്പിൽ എഴുതി വച്ചിരിക്കുന്നു ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്ന്. അത് സാധാരണഗതിയിൽ സോഷ്യൽ മീഡിയയിൽ കമിതാക്കൾ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ സ്നേഹം ആഴത്തിലാകുമ്പം, തീവ്രത കൂടുമ്പം, സ്നേഹത്തിൻ്റെ തീവ്രത കൂടുമ്പോൾ ഒക്കെ 2 സ്ഥലങ്ങളിൽ ഇരിക്കുന്നവർ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഗസ് ഹൗ മച്ച് ഐ ലവ് യു എന്നൊരു പുസ്തകത്തിൽ നിന്നാണ് അത് വരുന്നത്. അത് എഴുതിയത് സാം ബ്രട്ടനി എന്ന് പറഞ്ഞ ആളാണ്. അത് വേൾഡ് ഫേമസ് ആണ്. അത്
ഈ ദൂരെ നിന്ന് സ്നേഹിക്കുന്നവരും അവരെ ആഴം മനസ്സിലാക്കാൻ ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക്. കുട്ടികളെ അപ്പനും അമ്മയും അതുപോലെ സ്നേഹിക്കുന്നതും അവർ മൂണിനെ അല്ലെങ്കിൽ ചന്ദ്രനെ കാണിച്ചിട്ട് അതിനെ ഉള്ള ആകർഷണം, സ്നേഹം, ചന്ദ്രൻ്റെ പ്രാധാന്യം ഇതൊക്കെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി ചന്ദ്രനോടൊരു ഇഷ്ടം കൂടുമ്പോൾ ലവ് ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്ന് പറയും. അതാണ് സാം ബ്രിട്ടനിയുടെ ആ പുസ്തകത്തിൽ ഫേമസ് പുസ്തകമാണ് അത്. ലവ് അഫെയർസും ചെറിയ ചെറിയ കളികളുമൊക്കെ ആയിട്ട് വരുന്ന കുട്ടികൾ യൂസ് ചെയ്യുന്ന ഒരു അഫെക്ഷന്, സ്നേഹത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന വാക്കാണ്. അതാണ് ആ നടി ഉപയോഗിച്ചിരിക്കുന്ന അടുത്ത്. അത് രാഹുലിനോടാണ് അത് പറഞ്ഞിരിക്കുന്നത്. രാഹുലിനെതിരായിട്ട് 3 കേസിൻ്റെ ഉറവിടം ഒരു നടി തന്നെയാണ്. കാരണം അതിലേക്ക് അത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ അത് കാണുന്നുണ്ട്, ചാനലിൽ കാണുന്നുണ്ടോ. ഒരാൾ പിന്നിലിരുന്ന് രാഹുലിനെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും അതോടൊപ്പം രാഹുലിനെതിരായിട്ട് കേസുകൾ ഒന്നിൻ്റെ പുറത്ത് ഒന്നായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വിടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് തീർച്ചയായിട്ടും ഒരേ സോഴ്സിൽ നിന്ന് വന്നു എന്നും ആ ഒരു സോഴ്സിൽ അവരെ അഡ്വൈസ് ചെയ്യാനായിട്ട് ധാരാളം ആൾക്കാരും ഉണ്ടെന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ക്രിമിനൽ നടപടിക്ക് വിധേയമാകണം അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ. സമൂഹത്തിനെ ഇതുപോലെയുള്ള ഒരു MLA ദ്രോഹിച്ച് ഒരു അന്തരീക്ഷത്തിൽ ഒരു കേസുണ്ടാക്കി പടച്ചുവിടുന്നത്, അത് അംഗീകരിക്കാനും അതിൻ്റെ പറയുന്ന ക്രിമിനൽ നടപടി എടുക്കാനും തയ്യാറാകുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും സംസ്ഥാനത്തുണ്ട്. പക്വതയില്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അവർക്ക് നിയമത്തെപ്പറ്റി യാതൊന്നും അറിയില്ല. ഒരു 154 പഴയ CRPC അല്ലെങ്കിൽ 173 BNS അനുസരിച്ച് കേസെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വ്യക്തമായി പഠിപ്പിച്ച് വിടാത്ത കുറേ ഉദ്യോഗസ്ഥന്മാർ കേരള സംസ്ഥാന പോലീസിലുണ്ട്. അവർക്കൊന്നും അവരുടെ ട്രെയിനിങ് പീരീഡിലൊന്നും നല്ല ക്ലാസ്സുകൾ കൊടുത്തിട്ടില്ല. റിട്ടയർ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ ധാരാളം കേരളത്തിലുണ്ട്. അവരെ എങ്ങനെയാണ് കേസ് പണ്ട് മുതൽ എടുത്തുകൊണ്ടിരിക്കുന്നത് 154 CRPC അതേ പ്രൊവിഷൻ തന്നെയാണ് 173 BNSൽ തന്നെ, ഒരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് ഒരു വക്കീലിനെ അല്ല വിളിക്കേണ്ടത്, ഒരു അന്വേഷണ കുതികളായ അന്വേഷണം നടത്തിയ തഴക്കവും പഴക്കവും ഉള്ള കോഗ്നിസബിൾ ഓഫൻസ് എപ്പോഴാണ് എടുക്കേണ്ടത് എന്നറിയാവുന്ന കേരളത്തിലെ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെയുള്ള ധാരാളം പോലീസ് ഉദ്യോഗസ്ഥന്മാർ റിട്ടയർ ചെയ്തിട്ടുണ്ട്. അവരെ വിളിച്ച് ക്ലാസ് എടുക്കാനായിട്ട് DGP തയ്യാറാകണം, അല്ലെങ്കിൽ പോലീസ് ട്രെയിനിങ് കോളേജിൻ്റെ അല്ലെങ്കിൽ ട്രെയിനിങ്ങിൻ്റെ മേധാവി അഡീഷണൽ DGP തയ്യാറാകണം എന്നാണ് എൻ്റെ അപേക്ഷ.